ഹായ്, ഏവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ ക്ലാസ്സുകളിൽ നമ്മൾ ഇംഗ്ലീഷ് ഭാഷയിലെ പാസീവ് എന്ന് വിളിക്കുന്ന വാചകങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാ ഭാഷകളിലും പാസീവ് വാചകങ്ങളുണ്ട്. ആദ്യം പാസീവ് വാചകം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അവരെ സഹായിച്ചു, അവരെ കണ്ടു, അവരെ കൊണ്ടുവന്നു, അവരെ ശിക്ഷിച്ചു, ഇങ്ങനെ പറയുന്ന വാചകങ്ങളാണ് പാസീവ് വാചകങ്ങൾ. മലയാളത്തിന്റെ ഒരു പ്രത്യേകത, ചില വെർബ്സ് രണ്ട് രീതിയിൽ ഒരർത്ഥത്തിൽ പാസീവായിട്ട് പറയാൻ പറ്റും. ഉദാഹരണം, അവളെ രക്ഷിച്ചു, അത് തന്നെയാണ് അവൾ രക്ഷിക്കപ്പെട്ടു. രണ്ടും ഒരർത്ഥമാണ്. അവളെ രക്ഷിച്ചു, അവൾ രക്ഷിക്കപ്പെട്ടു. എന്നാൽ മലയാളത്തില് ഈ രീതിയിൽ രക്ഷിക്കപ്പെട്ടു, ശിക്ഷിക്കപ്പെട്ടു, വധിക്കപ്പെട്ടു, കൊല്ലപ്പെട്ടു, തകർക്കപ്പെട്ടു, ഈ രീതിയിൽ പറയുന്ന വെർബ്സ്, ക്രിയകൾ കുറവാണ്. കൂടുതൽ നമ്മൾ പറയുന്നത് അവരെ കണ്ടു, അവരെ സഹായിച്ചു, അവരെ കൊണ്ടുപോയി, അവരെ പഠിപ്പിച്ചു, ഈ രീതിയിലുള്ള വാചകങ്ങളാണ് പറയുക. ഇവയെല്ലാം പാസീവ് ആണ്. മറ്റൊരു കാര്യം, എല്ലാ വെർബ്സിനും പാസീവ് ഇല്ല. ഉദാഹരണമായിട്ട്, അവൻ ചാടി, അവനെ ചാടി എന്ന് പറയില്ല. എന്നാൽ അവൻ സഹായിച്ചു, അവനെ സഹായിച്ചു, രണ്ടും പറയാം. പക്ഷെ അവൻ ചാടി, അവനെ ചാടി എന്ന് പറയില്ല. എല്ലാ വെർബ്സിനും പാസീവ് ഇല്ല. ഇംഗ്ലീഷിൽ അതുപോലെ എല്ലാ വെർബ്സിനും പാസീവ് ഇല്ല. ഇത്തരം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. നമ്മൾ കണ്ടത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് എന്ന് വിളിക്കുന്നതിന്റെ പാസീവ് വാചകങ്ങളാണ്. ടെൻസിന്റെ പേരൊന്നും പഠിക്കേണ്ട കാര്യമില്ല. ഇത് നേരത്തെ നമ്മൾ കണ്ടിട്ടുണ്ട്. അവൻ വന്നു, ഹി കെയിം, ഞങ്ങൾ പോയി, വി വെന്റ്. അപ്പോഴെല്ലാം ഈ ഫോം ഉപയോഗിച്ചത്. നമ്മൾ അതിന്റെ പാസീവ് വാചകമാണ് ഇപ്പോൾ കാണുന്നത്. ഇവിടെ നമ്മൾ ഈ ഫോം ഉപയോഗിക്കുക, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. എല്ലാ പാസീവ് വാചകങ്ങളിലും ഈ ഫോമേ ഉപയോഗിക്കും. ഇതിന്റെ പാസീവ് വാചകം പി, പാസീവ് വാചകം ഉണ്ടാക്കുന്ന രീതി, സബ്ജക്റ്റ് ഉപയോഗിക്കും, അതിന്റെ കൂടെ വാസ് അല്ലെങ്കിൽ വേർ, ബി എന്ന വെർബിന്റെ പാസ്റ്റ് ഫോമിലെ രൂപങ്ങളാണ് ഇത് രണ്ടും. ഇത് സിംഗുലർ, വാസ് സിംഗുലർ, വേർ പ്ലൂരൽ. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം വയ്ക്കും. ഈ രീതിയിലാണ് നമ്മൾ ഇതിന്റെ പാസീവ് വാചകം ഉണ്ടാക്കുക. ഇതൊന്നും കാണാപ്പാഠം പഠിക്കേണ്ട കാര്യമില്ല. ഇതിന്റെ ഫോർമുല ഒന്നും കാണാപ്പാഠം പഠിക്കേണ്ട. നമ്മൾ പ്രാക്ടീസ് ചെയ്താണ് ഈ ഭാഷ പഠിക്കേണ്ടത്. നമ്മൾ പ്ലൂരൽ വാചകങ്ങൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കണ്ടു. ഈ ക്ലാസ്സിൽ അതിന്റെ കൂടെ ഈ ക്വസ്റ്റ്യൻ വേർഡ്സ് ഉപയോഗിക്കുന്നതാണ് കാണുന്നത്. ക്വസ്റ്റ്യൻ വേർഡ്സ് വെൻ, എപ്പോൾ, വേർ, എവിടെ, ഹൗ, എങ്ങനെ, വൈ, എന്തുകൊണ്ട്, ഇവയാണ് നമ്മൾ പ്രധാനമായിട്ടും കാണുക. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. ചിലപ്പോൾ ചില വാചകങ്ങൾക്ക് അർത്ഥമുള്ളതായിട്ട് തോന്നില്ല. അങ്ങനെയുള്ള വാചകങ്ങൾ ഉപേക്ഷിക്കുക. ഓക്കെ, നമുക്ക് നോക്കാം. when were we chosen, when were we chosen, when were we chosen. എപ്പോൾ ഞങ്ങളെ തെരഞ്ഞെടുത്തു, എപ്പോൾ ഞങ്ങളെ തെരഞ്ഞെടുത്തു, അല്ലെങ്കിൽ എപ്പോഴാണ് ഞങ്ങളെ തെരഞ്ഞെടുത്തത്, അല്ലെങ്കിൽ ഞങ്ങളെ എപ്പോഴാണ് തെരഞ്ഞെടുത്തത്. ഈ രീതിയിലൊക്കെ മലയാളത്തിൽ ഈ വാചകം തർജ്ജിമ ചെയ്യാൻ പറ്റും. when were we chosen, when were we chosen. ഓക്കെ, പ്രാക്ടീസ് ചെയ്യാതെ ഒഴുക്കൊന്നും കിട്ടില്ല. when were we sent, എപ്പോഴാണ് ഞങ്ങളെ അയച്ചത്, അല്ലെങ്കിൽ എപ്പോൾ ഞങ്ങളെ അയച്ചു. when were we sent. when were we taught, when were we taught, എപ്പോൾ ഞങ്ങളെ പഠിപ്പിച്ചു, അല്ലെങ്കിൽ എപ്പോഴാണ് ഞങ്ങളെ പഠിപ്പിച്ചത്. ഈ രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക. അർത്ഥമില്ല എന്ന് തോന്നുകയാണെങ്കിൽ ആ വാചകം വിട്ടേക്കണേ. അടുത്തത് വേർ, എവിടെ. വേർ വി ചോസൻ, വേർ വി ചോസൻ, എവിടെ ഞങ്ങളെ തിരഞ്ഞെടുത്തു, അല്ലെങ്കിൽ എവിടെയാണ് ഞങ്ങളെ തിരഞ്ഞെടുത്തത്. അർത്ഥമുണ്ടോ ആ വാചകത്തിന്? വേർ വി സെൻഡ്, എവിടെയാണ് ഞങ്ങളെ അയച്ചത്. വേർ വി സെൻഡ്, എവിടെ ഞങ്ങളെ അയച്ചു, എവിടെയാണ് ഞങ്ങളെ അയച്ചത്. രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക. ഹൗ, എങ്ങനെ. ഹൗ വേർ വി ചോസൻ, ഹൗ വേർ വി ചോസൻ, എങ്ങനെ ഞങ്ങളെ തിരഞ്ഞെടുത്തു, അല്ലെങ്കിൽ എങ്ങനെയാണ് ഞങ്ങളെ തിരഞ്ഞെടുത്തത്. ഹൗ വേർ വി സെൻഡ്, എങ്ങനെ ഞങ്ങളെ അയച്ചു, അല്ലെങ്കിൽ എങ്ങനെയാണ് ഞങ്ങളെ അയച്ചത്, ഞങ്ങളെ എങ്ങനെയാണ് അയച്ചത്. അങ്ങനെയൊക്കെ നമുക്ക് മലയാളത്തിൽ പറയാം. ഹൗ വേർ വി ടോട്ട്, എങ്ങനെ ഞങ്ങളെ പഠിപ്പിച്ചു, അല്ലെങ്കിൽ എങ്ങനെയാണ് ഞങ്ങളെ പഠിപ്പിച്ചത്. അടുത്തത് വൈ, എന്തുകൊണ്ട്. വൈ വേർ വി ചോസൻ, വൈ വേർ വി ചോസൻ, എന്തുകൊണ്ട് ഞങ്ങളെ തിരഞ്ഞെടുത്തു, അല്ലെങ്കിൽ എന്തിന് ഞങ്ങളെ തിരഞ്ഞെടുത്തു, എന്തിനാണ് ഞങ്ങളെ തിരഞ്ഞെടുത്തത്. വൈ വേർ വി ചോസൻ, വൈ വേർ വി ചോസൻ. വൈ വേർ വി സെൻഡ്, വൈ വേർ വി സെൻഡ്, എന്തിനാണ് ഞങ്ങളെ അയച്ചത്. വൈ വേർ വി സെൻഡ്, എന്തിന് ഞങ്ങളെ അയച്ചു. ഈ രീതിയിൽ പ്രാക്ടീസ് ചെയ്യണം. ഇനി അടുത്തത് യു, ഇതേപോലെ തന്നെയാണ്. വെൻ വേർ യു ചോസൻ, നിന്നെ എപ്പോഴാണ് തിരഞ്ഞെടുത്തത്, അല്ലെങ്കിൽ നിന്നെ എപ്പോൾ തിരഞ്ഞെടുത്തു. വെൻ വേർ യു സെൻഡ്, എപ്പോഴാണ് നിന്നെ അയച്ചത്, അല്ലെങ്കിൽ നിന്നെ എപ്പോൾ അയച്ചു. ഈ രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക. വേർ, എവിടെ. വേർ യു ചോസൻ,
എവിടെയാണ് നിന്നെ തിരഞ്ഞെടുത്തത്? വേർ വേർ യു ചോസൺ, എവിടെ നിന്നെ തിരഞ്ഞെടുത്തു? വേർ വേർ യു സെൻഡ്, വേർ വേർ യു സെൻഡ്, എവിടെയാണ് നിന്നെ അയച്ചത്? വേർ വേർ യു ടോട്ട്, നിന്നെ എവിടെയാണ് പഠിപ്പിച്ചത്, അല്ലെങ്കിൽ എവിടെ നിന്നെ പഠിപ്പിച്ചു? വേർ വേർ യു ടോട്ട്. ഓക്കെ, ഈ രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക. ഹൗ വേർ യു ചോസൺ, നിന്നെ എങ്ങനെ തിരഞ്ഞെടുത്തു? ഹൗ വേർ യു ചോസൺ, നിന്നെ എങ്ങനെയാ തിരഞ്ഞെടുത്തത്? ഹൗ വേർ യു ചോസൺ. ഹൗ വേർ യു സെൻഡ്, ഹൗ വേർ യു സെൻഡ്, എങ്ങനെയാണ് നിന്നെ അയച്ചത്? എങ്ങനെ നിന്നെ അയച്ചു? ഈ രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക. അർത്ഥമില്ലാത്ത വാചകങ്ങളാണെങ്കിൽ വിട്ടുകളഞ്ഞേക്കുക. അടുത്തത് വൈ, എന്തുകൊണ്ട്. വൈ വേർ യു ചോസൺ, എന്തുകൊണ്ട് നിന്നെ തിരഞ്ഞെടുത്തു, അല്ലെങ്കിൽ എന്തിനു നിന്നെ തിരഞ്ഞെടുത്തു? കാരണം ചോദിക്കുക. എന്തിനാണ് നിന്നെ തിരഞ്ഞെടുത്തത്? വൈ വേർ യു സെൻഡ്, എന്തുകൊണ്ട് നിന്നെ അയച്ചു, എന്തിനാണ് നിന്നെ അയച്ചത്? ഈ രീതിയിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. അടുത്തത് ദേ, അവർ, ഇവർ, എല്ലാം പ്ലൂറലാണ്. ഇതേപോലെ തന്നെ പ്രാക്ടീസ് ചെയ്യുക. വെൻ വേർ ദേ ചോസൺ, എപ്പോൾ അവരെ തിരഞ്ഞെടുത്തു, അല്ലെങ്കിൽ എപ്പോഴാണ് അവരെ തിരഞ്ഞെടുത്തത്? വേർ വേർ ദേ ചോസൺ, എവിടെയാണ് അവരെ തിരഞ്ഞെടുത്തത്? ഹൗ വേർ ദേ ചോസൺ, എങ്ങനെയാണ് അവരെ തിരഞ്ഞെടുത്തത്? വൈ വേർ ദേ ചോസൺ, എന്തിനാണ് അവരെ തിരഞ്ഞെടുത്തത്? വെൻ വേർ ദേ സെൻഡ്, എപ്പോഴാണ് അവരെ അയച്ചത്, അല്ലെങ്കിൽ അവരെ എപ്പോൾ അയച്ചു? വേർ വേർ ദേ സെൻഡ്, അവരെ എവിടെ അയച്ചു? ഹൗ വേർ ദേ സെൻഡ്, എങ്ങനെ അവരെ അയച്ചു? വൈ വേർ ദേ സെൻഡ്, വൈ വേർ ദേ സെൻഡ്, എന്തുകൊണ്ട് അവരെ അയച്ചു? ഈ രീതിയിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. പ്രധാനപ്പെട്ട കാര്യം ഈ പാസീവ് എന്താണെന്ന് മനസ്സിലാക്കണം. പലർക്കും കൺഫ്യൂഷൻ ഉള്ള കാര്യമാണ്. പിന്നെ പ്രാക്ടീസ് ചെയ്യുക. രണ്ടുപേരും ഒരുമിച്ചിരുന്ന് പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതാണ്. പ്രാക്ടീസ് ചെയ്യുമ്പോൾ ആദ്യം മലയാളം പറയണം, അതിന്റെ ഇംഗ്ലീഷ് മറ്റേ ആൾ പറയണം. ഇവിടെ നമ്മൾ ആദ്യം ഇംഗ്ലീഷാണ് പറയുന്നത്, പിന്നെ മലയാളം പറയുന്നത്. പ്രാക്ടീസ് ചെയ്യുമ്പോൾ ആദ്യം മലയാളം പറയണം, മറ്റേയാൾ അതിന്റെ ഇംഗ്ലീഷ് പറയണം. രണ്ടുപേരും ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്താൽ തെറ്റുവന്നാലൊക്കെ തിരുത്താൻ പറ്റും. പിന്നെ ബോറടിക്കുകയില്ല. ഇനി വെബ്സിന്റെ ലിസ്റ്റ് ഉണ്ട്. എല്ലാ ദിവസവും കുറച്ച് വെബ്സ് പഠിക്കണം. അതുപോലെ പുതിയ വെബ്സ് പഠിക്കുക, പുതിയ ഇംഗ്ലീഷ് വാക്കുകൾ, അർത്ഥം, ഉച്ചാരണമൊക്കെ പഠിക്കണം. അതുപോലെ പ്രധാനപ്പെട്ടതാണ് സിമ്പിൾ ഇംഗ്ലീഷിലുള്ള കഥകളൊക്കെ നമുക്ക് കിട്ടും നെറ്റിൽ നിന്ന്. അത് വായിച്ചൊക്കെ നോക്കുക, പുതിയ വാക്കുകൾ കിട്ടും, പഠിച്ചതൊക്കെ റിവൈസ് ചെയ്യാനും പറ്റും. ഓക്കെ, നമ്മൾ ഇതുപോലെ ശ്രമിച്ചാൽ വളരെ ഭംഗിയായി സുന്ദരമായി തെറ്റുകൂടാതെ ഇംഗ്ലീഷ് പറയാൻ പറ്റും. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. നമ്മൾ വെർബുകളാണ് കാണുന്നത്. വെർബ്സ് എന്ന് പറയുന്നത് ക്രിയകൾ അല്ലെ, വരിക, പോവുക എന്നൊക്കെ പറയുന്നതാണ് വെർബ് അല്ലെ ക്രിയകള്. അപ്പൊ വെർബിന് അല്ലെ ക്രിയക്ക് ധാരാളം രൂപങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് മലയാളത്തിൽ എഴുതുക എന്ന ക്രിയ അല്ലെങ്കിൽ വെർബ് എടുക്കുക, അങ്ങനെ ഒത്തിരി രൂപങ്ങൾ. എഴുതുക, എഴുതും, എഴുതുകയാണ്, എഴുതിയിട്ടുണ്ടായിരുന്നു, എഴുതുവാൻ, എഴുതുമായിരുന്നു, എഴുതണമായിരുന്നു, അങ്ങനെയൊക്കെ ധാരാളം രൂപങ്ങൾ മലയാളത്തിലുണ്ട്. അതുപോലെ ഇംഗ്ലീഷിലുണ്ട് ധാരാളം ഫോംസ്, രൂപങ്ങളുണ്ട്. അതിൽ 4 എണ്ണമാണ് ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപങ്ങൾ. അതേതൊക്കെയാണ്? ഫോം എന്ന് വെച്ചാൽ രൂപം. ബേസ് ഫോം, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. ഈ 4 രൂപങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം ഇംഗ്ലീഷില് എല്ലാ ടെൻസ് എന്ന് പറയുന്നത് അത് മറ്റൊക്കെ ഉണ്ടാക്കുന്നത് ഈ 4 എണ്ണത്തില് ഏതെങ്കിലുമൊക്കെ ഉപയോഗിച്ചാണ് ടെൻസും മറ്റും ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ 4 എണ്ണം അറിഞ്ഞിരിക്കണം, എങ്കിലേ ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനൊക്കെ സാധിക്കുകയുള്ളൂ. ഉദാഹരണമായിട്ട് ബേസ് ഫോം അല്ലേ, ഉദാഹരണമായിട്ട് റൈറ്റ് എന്ന വെർബ് എടുക്കുന്നു. അതിന്റെ അർത്ഥം എന്താണ്? എഴുതുക. പ്രസന്റ് ഫോമില് റൈറ്റ് ഉണ്ട്, റൈറ്റ്സും ഉണ്ട്. ഇത് പ്ലൂറലാണ്, ഇത് സിംഗുലർ ആണ്. ഇതിന്റെ അർത്ഥം എന്താണ്? എഴുതാറുണ്ട് അല്ലെങ്കിൽ എഴുതുന്നു. ഇത് രണ്ടുപേരും അർത്ഥം മലയാളത്തില്. പല കുട്ടികളും പ്രസന്റ് ഫോമില് ചോദിക്കുമ്പോൾ അവര് എഴുതുക എന്ന് പറയും. അത് തെറ്റാണ്. ഈ പ്രസന്റ് ഫോമില് റൈറ്റിന്റെ അർത്ഥം എഴുതാറുണ്ട് എന്നുള്ളതാണ്. എഴുതുക എന്നുള്ളത് ബേസ് ഫോമാ. ഇത് ഒത്തിരി പേര് തെറ്റായിട്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. പാസ്റ്റ് ഫോമില് അതിന്റെ അർത്ഥം എന്താണ്? വാക്ക് എന്താണ്? റോട്ട്. അതിന്റെ അർത്ഥം എഴുതി എന്നുള്ളതാണ്. പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഉണ്ട്, അതിന്റെ റൈറ്റിൻ്റെത് റിട്ടൺ എന്നുള്ളതാണ് ആ ഫോം. അതിന് പല അർത്ഥങ്ങളുണ്ട്, മാറി മാറി വരും. പിന്നെ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക, ഈ ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും, ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഇംഗ്ലീഷ് ഭാഷയിലെ വെർബുകൾക്ക് ഒരെണ്ണത്തിനൊഴികെ, ബി എന്ന വെർബിനൊഴികെ ബാക്കി എല്ലാ വെർബുകൾക്കും ഒരേപോലെയാണ്. സ്പെല്ലിങ്ങും ഉച്ചാരണമൊക്കെ ഒരേപോലെ തന്നെയാണ്. ഏത്? ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും. അർത്ഥം വ്യത്യാസമുണ്ട്. ബേസ് ഫോമിൽ എഴുതുക എന്നുള്ളതാണ് റൈറ്റ് എന്ന് പറയുമ്പോൾ, പ്രസന്റ് ഫോമിൽ റൈറ്റ് എന്ന് പറയുമ്പോൾ എഴുതാറുണ്ട് എന്നുള്ളതാണ്.
ഇംഗ്ലീഷ് ഭാഷയിൽ 1,70,70,000 വെർബുകൾ, ക്രിയകളുണ്ട്. അപ്പൊ അതില് ഈ വെർബ് ഒഴിച്ച് ബി എന്നൊരു വെർബ് ഉണ്ട് ഇംഗ്ലീഷില്. അത് ഒഴിച്ച് ബാക്കി എല്ലാ വെർബുകളുടെയും ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഒരേപോലെ, ഒരേ സ്പെല്ലിംഗ്, ഒരേ ഉച്ചാരണം. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഇത് പ്രത്യേകിച്ച് പഠിക്കില്ല. നമ്മൾ ഇത് മൂന്നുമാണ് പഠിക്കുന്നത്. അത് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. കം, കെയിം, കം, ഗോ, വെൻ, ഗോൺ, അത് തന്നെ സാധനം. പിന്നെ നേരത്തെ ഒരു കാര്യവും കൂടി, ഇംഗ്ലീഷിൽ നേരത്തെ പറഞ്ഞു 1,70,70,000 വെർബ്സ് ഉണ്ട്. അതിൽ ഭൂരിഭാഗം വെർബുകളുടെയും ഈ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഈ പ്രസന്റ് ഫോമിന്റെ കൂടെ ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് കൂട്ടിച്ചേർത്താണ്. ഒരിക്കൽ കൂടി പറയട്ടെ, ഇംഗ്ലീഷ് ഭാഷയിലെ ഒട്ടുമിക്ക വെർബുകളുടെയും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന പ്രസന്റ് ഫോമിന്റെ ഈ പ്ലൂറലിനോടുകൂടെ കൂട്ടിച്ചേർത്താണ്. അല്ലാതെ കുറെ വെർബ്സ് ഉണ്ട്. അപ്പൊ പക്ഷെ അതാണ് നമുക്ക് ഒത്തിരി ഉപയോഗിക്കുന്നത്. അതിലൊരു ഒരെണ്ണമാണ് ഇത്, റൈറ്റ്, റോട്ട്, റിട്ടൺ. ഇത് മൂന്ന് രീതിയാണ്. റൈറ്റ്, ഇത് വേറെ രീതി, റോട്ട്, ഇത് റിട്ടൺ. ഓക്കെ, അപ്പൊ നമ്മളിത് മൂന്നും പഠിക്കുള്ളൂ. നേരത്തെ പറഞ്ഞതുപോലെ ഇത് പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല, ബേസ് അർത്ഥം അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, ഇപ്പൊ കമ്മിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ വരിക. ബേസ് ഫോമിൽ കം എന്ന് പറഞ്ഞാൽ വരിക എന്നായിരിക്കും. പ്രസന്റ് ഫോമിൽ വരാറുണ്ട് എന്നായിരിക്കും അർത്ഥം. ഉച്ചാരണവും സ്പെല്ലിങ്ങും ഒന്ന് തന്നെ ആയിരിക്കും. അപ്പൊ നമ്മളിത് മൂന്ന് സ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ശരിയായിട്ടൊന്ന് മനസ്സിലാക്കണമെന്നേ ഉള്ളൂ. നമ്മളൊരു 16 ലിസ്റ്റ് വെർബുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബ്സ് ആണ്. ഇടിയും ചേർത്തതും ഉണ്ട്, പിന്നെ ഈ പ്രത്യേകതയുള്ള വെർബ്സും ഉണ്ട്. അത് നമ്മൾ പഠിക്കണം. നമ്മൾ വെർബിന്റെ ആദ്യത്തെ ലിസ്റ്റ് എടുക്കുകയാണ്. അതിൽ ആദ്യത്തെ 15 വെർബ്സ് നോക്കുക. അതില് പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം, ആ വെർബ്സ് മൂന്നും ഒരേപോലെ ഇരിക്കുകയാണ് അല്ലെ. നമ്മള് ബേസ് ഫോം പ്രത്യേകിച്ച് പഠിക്കില്ല, കാരണം നേരത്തെ കണ്ടതുപോലെ ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഒരേപോലെ ഇരിക്കും എല്ലാ വെർബ്സിന്റെയും. അപ്പൊ ഉദാഹരണമായിട്ട് കട്ട്, അതിന് പ്രസന്റ് ഫോമില് സിംഗുലർ ഉണ്ട്, കട്ട്സ് ഉണ്ട്. അതിന്റെ അർത്ഥം എന്താണ്? മുറിക്കാറുണ്ട് അല്ലെങ്കിൽ മുറിക്കുന്നു. പാസ്റ്റ് ഫോം കട്ട് തന്നെയെന്നാണ്, പക്ഷെ അർത്ഥം വ്യത്യാസമുണ്ട്, മുറിച്ചു. പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ആണ്, അത് കട്ട്, അർത്ഥം മാറി മാറി വരും. അപ്പൊ ഞാനിനി 3 ഫോംസേ വായിക്കുള്ളൂ. അപ്പൊ പ്രസന്റ്, പാസ്റ്റ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. പുട്ട്, പുട്ട്, പുട്ട്. ഞാൻ പ്രസന്റ് ഫോം സിംഗുലർ വായിക്കുന്നില്ല. ഓക്കെ, അത് നമ്മൾ മനസ്സിലാക്കിയിരുന്ന ആദ്യം. പുട്സ് എന്ന് പറയുന്നത് സിംഗുലർ ആണ്, അർത്ഥം ഒന്ന് തന്നെ, ഇടാറുണ്ട് അല്ലെങ്കിൽ ഇടുന്നു. എല്ലാത്തിലും അതുപോലെ തന്നെ വായിക്കണേ. ഷട്ട്, ഷട്ട്, ഷട്ട്. ലെറ്റ്, ലെറ്റ്, ലെറ്റ്. ക്വിറ്റ്, ക്വിറ്റ്, ക്വിറ്റ്. ബെറ്റ്, bet, bet. Hit, hit, hit. Split, split, split. Set, set, set. Hurt, hurt, hurt. Spread, spread, spread. Host, host, host. Telecast, telecast, telecast. Broadcast, broadcast, broadcast. Burst, burst, burst. ഇതിന്റെ പ്രത്യേകതകൾ എന്താണ്? ഈ 15 വെബ്സിന്റെയും പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഒരേപോലെ ഇരിക്കുന്നു, ഒരേ സ്പെല്ലിംഗ്, ഒരേ ഉച്ചാരണം, പക്ഷെ അർത്ഥം വ്യത്യാസം ഉണ്ടെന്ന് മറക്കരുത്. ഇനി അടുത്തുള്ള വെബ്സ് ഒക്കെ ഡിയോ ഇഡിയോ കൂട്ടിച്ചേർത്താണ് പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത്. കോൾ, കോൾഡ്, കോൾഡ്. പ്ലേ, പ്ലേഡ്, പ്ലേഡ്. വാക്ക്, വാക്ട്, വാക്ട്. പ്രേ, പ്രേഡ്, പ്രേഡ്. ക്ലീൻ, ക്ലീൻഡ്, ക്ലീൻഡ്. ജംപ്, ജംപ്ഡ്, ജംപ്ഡ്. ക്ലോസ്, ക്ലോസ്ഡ്, ക്ലോസ്ഡ്. Open, open, open. Study, studied, studied. Lie, lied, lied. Help, helped, helped. Respect, respected, respected. Accept, accepted, accepted. Ask, asked, asked.